ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെയിൽവേ എക്സാമുകൾക്ക് പലവട്ടമായിട്ട് ചോദിച്ചിരിക്കുന്ന ബയോളജിയിലെ ടിഷ്യൂസ് ആൻഡ് സെൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ടൈമിൽ കൂടുതൽ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാടാ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നമ്മുടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കാർട്ടിലേജ് ഈ നോട്ട് പ്രസന്റ്? അപ്പോൾ കാർട്ടിലേജ് കാണപ്പെടാത്ത ശരീരത്തിന്റെ ഭാഗം അവയവമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ ഈ കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അത് നമ്മുടെ കാർട്ടിലേജ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പം കൂടുതലായിട്ടും ഈ കാർട്ടിലേജസ് എവിടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ ജോയിൻസിലും അതുപോലെ തന്നെ ബോൺസിലും ഒക്കെ നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ടിഷ്യൂവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം, സെല്ലുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ആര് ഫോം ചെയ്യുന്നത്? ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അങ്ങനെ ഒരു ടിഷ്യൂവിൽ വരുന്ന ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ട്രോങ് ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്, ആൻഡ് അതെന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. എന്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ജോയിൻസിനെയും ബോൺസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാരിങ്സ്, നോസ്, ഇയേഴ്സ്, കിഡ്നി. യെസ്, കിഡ്നിയിൽ എന്തില്ല? കാർട്ടിലേജസ് കാണപ്പെടുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇമേജ് നോക്കിക്കേ, നമുക്ക് നോക്കാം. മൂക്കിന്റെ നേസൽ ഏരിയയിൽ കണ്ടോ, ഇവിടെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാർട്ടിലേജസ് ഉണ്ട്. നമ്മുടെ ടിപ്പിൽ കാണുന്നുണ്ട്. ഇയേഴ്സിന്റെ എന്താണ്? ഔട്ടർ ഇയറിന്റെ ജോയിൻസിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈവിരലിലെ ബോൺസ് ഇല്ലേ, അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡ്സിന്റെ തന്നെ ബോൺസിന്റെ ഇടയിൽ കാർട്ടിലേജസ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ അൾനയുടെയും ജോയിന്റിന്റെയും ഭാഗത്തേക്കായിട്ട് എന്ത് വരുന്നുണ്ട്? കാർട്ടിലേജസ് കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന കാർട്ടിലേജസ് കാണപ്പെടുന്ന ഡിഫറെന്റ് ഏരിയാസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടിഷ്യൂ ഹെൽപ്സ് ഇൻ ടിഷ്യൂ റിപ്പയർ? അപ്പൊ നമുക്ക് ടിഷ്യൂ റിപ്പയറിംഗ് സഹായിക്കുന്ന ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടിഷ്യൂസ് ഹെൽപ്സ് ഇൻ ടിഷ്യൂ റിപ്പയർ? അപ്പൊ ഓരോന്നിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ടെൻഡൻ, കാർട്ടിലേജ്, ലിഗമെന്റ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലും ബോണിലൊക്കെ വരുന്ന ഏരിയാസ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അൽവിയോറൽ ടിഷ്യൂസ് ആണ്. കണ്ടോ, ഏതാണ്? ഏരിയോളാർ ടിഷ്യൂസ് ആണ്. എന്തിനു വേണ്ടി സഹായിക്കുന്നത്? ടിഷ്യൂ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിഷ്യൂ നമ്മളുടെ ശരീരത്തില് മറ്റുള്ള ഓർഗൻസ് ഒക്കെ ഇല്ലേ, ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട് ഹ്യൂമൻ ബോഡീസിൽ, അല്ലെ? അപ്പൊ അതൊക്കെ ആയിട്ട് എന്തുണ്ടാവും? അത് കണക്ട് ചെയ്തിട്ട് സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടിഷ്യൂ വിച്ച് കണക്ട്സ്, അതുപോലെ തന്നെ സറൗണ്ട്സ് ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മളുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് കാണപ്പെടുന്ന ഡിഫറെന്റ് ഓർഗൻസിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഏരിയോളാർ ടിഷ്യൂസ് കാണപ്പെടുന്നത്. എന്തിനാണ്? ടിഷ്യൂ റിപ്പയറിങ്ങിനെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഇമേജ് താണ്ടെ നമ്മൾ ഓരോന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മാക്രോഫാജും കൊളാജനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ഞാനത് പറയുന്നില്ല, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാന്നുള്ളത് കൊണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം എന്താണ്? ദ ടിഷ്യൂ ദാറ്റ് സ്റ്റോർസ് ഫാറ്റ്. അപ്പം ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഏതാണ്? നോക്കിക്കേ, കണക്റ്റീവ് ടിഷ്യൂ ആണോ? ഇപ്പം എയറോളർ ടിഷ്യൂ ആണോ? നമ്മളിപ്പോൾ പഠിച്ചു. എപ്പിത്തീലിയം ആണോ? അല്ല. ഏതാണ്? അഡിപ്പോസ് ആണ്, അല്ലെ? നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ ഓരോ ടിഷ്യൂസിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ദ ടിഷ്യൂ ദാറ്റ് സ്റ്റോർസ് ഫാറ്റ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് കോൾഡ് അഡിപ്പോസ് ടിഷ്യൂ. എന്താണ് അത്? അഡിപ്പോസ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും നമ്മുടെ സ്കിന്നിന്റെ താഴെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഇന്റേണൽ ഓർഗൻസിലോ അല്ലെങ്കിൽ മസിൽസിന്റെ ഇടയിലോ നമ്മുടെ ശരീരത്തിലെ ബോൺ മാരോന്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഇനി ഇത് നമുക്കൊരു ഇൻസുലേഷൻ ആയിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന അഡിപ്പോസ് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് മാമൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് അഡിപ്പോസ് ടിഷ്യൂസ് ആണുള്ളത്. ഒന്ന് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ, അതിനെ നമ്മൾ വാട്ട് എന്ന് വിളിക്കുന്നു, വാറ്റ്.
ഓക്കെ, മറ്റൊന്ന് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ, അതാണ് ബാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടിഷ്യൂസ് ദാറ്റ് സ്റ്റോർ ഫാറ്റ്. അപ്പൊ നമുക്ക് ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? അതും അഡിപ്പോസ് ടിഷ്യൂ ആണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളുടെ ശരീരത്തിലെ ഫാറ്റ് സൂക്ഷിച്ചു വെക്കുന്നു അല്ലെ? കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിന്റെ അടിയിൽ, അതുപോലെ ഇന്റേണൽ ഓർഗൻസില്, മസിൽസിന്റെ, ബോൺ മാരോന്റെ ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുപോലെ ഇത് എന്തായിട്ട് സഹായിക്കുന്നുണ്ട്? ഇൻസുലേഷന് സഹായിക്കുന്നുണ്ട്, നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ മാമൽസിന് നമുക്ക് 2 ടൈപ്പ് എന്തുണ്ട്? ടിഷ്യൂസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ മാമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രസവിച്ച് മുലയൂട്ടി വളർത്താൻ സാധിക്കും. നമുക്കറിയാം സ്ത്രീകള്, സസ്തിനികള്, പശു ഒക്കെ ഇതാ എന്താണ്? മാമൽസിന് എക്സാമ്പിൾസ് ആണ് അല്ലെ? അപ്പൊ ഇത് നോക്കിക്കേ, നമുക്ക് 2 ടൈപ്പ് അഡിപ്പോസ് വരുന്നുണ്ട്. ഒന്ന് വാറ്റും മറ്റൊന്ന് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇതുപോലെ പറഞ്ഞതിനനുസരിച്ച് ദാണ്ടെ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടിഷ്യൂസ് ഈസ് ഫൗണ്ട് ബിലോ ദ സ്കിൻ ആൻഡ് ബിറ്റ്വീൻ ദ ഇന്റേണൽ ഓർഗൻസ്? സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നു. ഏതാണ്? അഡിപ്പോസ് ടിഷ്യൂസ് ആണ് അല്ലെ? ഏതാണ്? അഡിപ്പോസ് ടിഷ്യൂസ് ആണ്. കിട്ടിയല്ലോ? ശരി. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് ഓർ ആർ നോട്ട് ലൈൻഡ് വിത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം? ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് ഡേ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിലും എന്തുണ്ടായിരുന്നു? നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് കൂടുതൽ സ്ക്വാമസ് എപ്പിത്തീലിയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ സ്ക്വാമസ് എപ്പിത്തീലിയം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. എവിടെയാണ് സ്ക്വാമസ് എപ്പിത്തീലിയം വരാത്തത്? നിങ്ങൾ നോക്കിക്കേ, മൗത്ത്, സ്കിൻ, ഈസോഫാഗസ്, കിഡ്നി. ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് നമ്മുടെ കോമൺ സെൻസ് വെച്ച് തന്നെ എടുക്കാൻ പറ്റും. എവിടെയാണ്? കിഡ്നി ട്യൂബ്യൂൾസിലാണ് അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഷേപ്പ് നോക്കിക്കേ, നമ്മളുടെ ഈ പറയുന്ന സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഷേപ്പ് കണ്ടോ? ഇവര് വളരെ ഫ്ലാറ്റ് ആണ്. ഓക്കെ, ദേ ആർ നോട്ട് ലൈൻഡ് വിത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം, ദേ ആർ വെരി ലാർജ്. അതുപോലെ തന്നെ ഫ്ലാറ്റൻഡ് സെൽസ് ആണ് അല്ലേ? ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. അതുപോലെ എന്താണ്? അവര് ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ഈ സെൽസിനകത്ത് ആരൊക്കെയുണ്ട്? ദേ ഹാവ് എ സൈറ്റോപ്ലാസം അല്ലെ? ഒരു സ്മോൾ ന്യൂക്ലിയസ് ഉണ്ടാകും. ഇവർക്ക് എന്തുണ്ട്? സൈറ്റോപ്ലാസം ബൗണ്ട് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. പിന്നെ ഇവർ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ മൗത്തില്, സ്കിന്നില്, ഈസോഫാഗസ്, പിന്നെ നമ്മളുടെ വജൈനൽ ഏരിയാസിലൊക്കെ കൂടുതലായിട്ടും ഈ പറയുന്ന സ്ട്രാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ക്വാമസ് എപ്പിത്തീലിയം സെൽസ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോൾ യെസ്, നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോന്നിനും സെല്ലിനെ കുറിച്ച് മുൻവർഷങ്ങളായിട്ട് RRB അതുപോലെ തന്നെ റെയിൽവേ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.